ഇറങ്ങിക്കാറല്ലേ? ഇരിക്കൊക്കെ വേണോ എന്തെങ്കിലും ചോദിച്ചാൽ ജോയിൻ ചെയ്തോ? ആ അതെ അല്ലേ. ഇടയ്ക്ക് കോവിഡ് ടൈമിൽ കുറേ നാളില്ലായിരുന്നു അല്ലേ? ബ്രേക്കിനൊക്കെ ശേഷം ഓക്കെ ഓക്കെ. പിന്നെ ജേഴ്സി ഉണ്ടോ? ഓക്കെ. ഇത് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റനാണ്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ റൈറ്ററാണ് ടീമിന്റെ പടം. ഓക്കെ ഓക്കെ ഓക്കെ. പടം നല്ല ഇഷ്ടമാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. സ്കൂൾ ടൈം മുതലേ ഉള്ളതായിരിക്കും. കൂടിയിരിക്കുന്നത് CCF എന്ന് പറഞ്ഞ ഇന്ന് മലയാള സിനിമയുടെ ക്രിക്കറ്റ് സിനിമ ഒരേ ഒരു അസോസിയേഷൻ ഉള്ളൂ, CCF എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അണ്ടറിൽ സുവി സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ടീമിൻ്റെ ഒരു ജേഴ്സി ലോഞ്ചിന് വേണ്ടിയാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് കോമഡി ഉത്സവത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റായ അഖിലിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു നമ്മളൊരു പരിപാടി ഇന്ന് ചെയ്യാണ്. ഈ നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റിലെ സുവി സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു ജേഴ്സി ലോഞ്ചാണ്. മിയ ചേച്ചിയുടെ പടമൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ലോക എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ മിയ ചേച്ചീനെയാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ മിയ ചേച്ചിയുടെ ഡേറ്റ് കിട്ടിയില്ലെന്ന് തോന്നുന്നു. അടുത്ത പാർട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കത് എന്തായാലും ഹാൻഡിൽ ചെയ്യാം. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു മധുരം, അതായത് നമുക്ക് ഈ ഇനാഗ്രേഷനിലൂടെ ചെയ്യാം എന്നുള്ളത്. നമുക്ക് ശരിക്കും അല്ലെ പ്രയത്തിന്റെ ഒരു ഐശ്വര്യമുള്ള മുഖമാണ്. പിന്നെ എന്റെ ഉമ്മ പറയാറുണ്ട് ഞാൻ നന്നായിട്ട് തോണ പറയും. അപ്പൊ വളരെ സന്തോഷം. അപ്പം കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ജേഴ്സിയിലാണ്. കുറച്ച് വളരെ സന്തോഷം. നന്ദി. ഡയറ്റിലാണോ? അതെ ക്യാപ്റ്റൻ. വേണമെങ്കിൽ വലിയ പീസ് തരാൻ കേട്ടോ എല്ലാവരും. പക്ഷേ ഇനിയും കിട്ടുന്ന ആൾക്കാരില്ലേ അവിടെ ഇല്ലേ? ഇനി അവിടെ ഒരു പീസ് കഴിക്കും. ഞാൻ കഴിച്ചത് വലിയൊരു പീസ് കഴിച്ചാൽ നല്ലതായിരിക്കും. അമ്മേ മതി ഇത് മതി. ഓ താങ്ക് യു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ടീം ക്യാപ്റ്റനും ആക്ഷൻ ഹീറോ ബിജുവിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള ഷിബിക്ക് രണ്ട് വാക്കൊന്ന് പറയാമോ? അല്ല നസ്ലിം മാറിക്ക് നമുക്ക് മോഹൻലാലാകുമ്പോൾ സുവി സ്ട്രൈക്കേഴ്സിൽ നമ്മുടെ ഈ സീസണിലെ ജേഴ്സി ലോഞ്ചിങ് ആണ്. നമുക്ക് ഏറ്റവും നല്ലൊരു ഗസ്റ്റ് തന്നെ ചെറിയ കാര്യമല്ലേ ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പുതിയ ഒരുപാട് പേര് മാറി പുതിയ ടീമായിട്ട് നിൽക്കുകയാണ്.
വലിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കപ്പിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനില്ല. ഈ ഒരു ഇവൻ്റ് നല്ല രീതിയിൽ എന്തായാലും ഞാൻ എൻ്റെ വോയിസ് പറയാം. അപ്പൊ ഇത് പിന്നെ ഒരു ജേഴ്സി ഓരോരുത്തർക്ക് ഇട്ടുകൊടുത്താണ്. ഈ കൊല്ലം കലകാൻ പോകുന്ന ജേഴ്സി അല്ലേ? ആദ്യമായിട്ട് നമ്മള് ജോമോൻ ജോസഫ്, അതായത് ഒരുപാട് സിനിമയിലെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറെ സിനിമ ചെയ്തിട്ടുണ്ട് ആള്. ജോമോൻ ചേട്ടനാണ്. സെന്ററിലോട്ട് വിടും. നമ്മുടെ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ വെൺമണി ചേട്ടൻ, വെൺമണി ഉണ്ണികൃഷ്ണൻ, കോറിയോഗ്രാഫർ ആൻഡ് ഡയറക്ടർ ആക്ടർ. അപ്പൊ വെൺമണി ഉണ്ണിച്ചേട്ടൻ ചേട്ടാ. താങ്ക് യു. ബാറ്റിംഗ് ആണ്. അടുത്തത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ക്യാപ്റ്റനായിട്ടുള്ള ഷബീക. ക്യാപ്റ്റൻ എക്സ്ട്രാ ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. ഇല്ല. എല്ലാം തങ്ങളുടെ കയ്യിലാണ്. ഓൾ ദി ബെസ്റ്റ്. അതെ, അതായത് അഖിൽ കൃഷ്ണയുടെ AK-യും 47. ചേട്ടൻ നേരം നോക്കിയേ. റെക്കോർഡ് ഹോൾഡർ, ഡയറക്ടർ, ഡോക്ടർ, ഒരു ഓണ്ടർപ്രണറാണ്. നമ്മുടെ ടീമിന്റെ എല്ലാമായിട്ടുള്ള സുവിധേട്ടനാണ്. ഇവിടെ നമ്മുടെ ക്ഷണം കിട്ടിയിട്ട് വന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എക്സ്പെഷ്യലി ഞങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ മീറ്റ് ചെയ്യാറുള്ള ആൾക്കാരാണ്. ഹെൽത്ത് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ് നീ ചേച്ചി. ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ കൊണ്ട് ഇവിടെ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അതിന് ഒരുപാട് നന്ദി അറിയുന്നുണ്ട്. തുടർന്ന് ഈ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സീസൺ ഞങ്ങളിപ്പോൾ 10-ാം തീയതി കളി തുടങ്ങുകയാണ്. 10-ാം തീയതി 15-ാം തീയതി വരെ. അപ്പോൾ ഫുള്ളിലാണ് നടത്തുന്നത് ഈ ടൂർണമെൻറ്റ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എൻ്റെ ടീമിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും മീ ചേച്ചിയോട് ഇവിടെ വന്ന എല്ലാവരോടും നന്ദി. താങ്ക് യു. ഞങ്ങളുടെ വക ഒരു ഇനി ഒരു ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീട്ടിലൊരു ഒരു സ്പോർട്സ് അതെ അതെ അതെ. പക്ഷെ ഇത് ബേസ്ബോൾ ബാറ്റാണ്. ബട്ട് സാരല്ല, എനിവേ സ്പോർട്സ് ആണല്ലോ. അരമണിക്കൂർ മുമ്പ് പോയി ഇതൊക്കെ കിട്ടുള്ളൂ. എനിവേ താങ്ക് യു. സ്പോർട്സിൽ എനിക്ക് പരിചയമൊന്നും ഇല്ല എന്നുള്ളതുള്ളൂ. പക്ഷെ സ്പോർട്സ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ടി വിയിലൊക്കെ വരുന്നതൊക്കെ ആണെങ്കിലും അതിപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോളൊക്കെ ആണെങ്കിലും കാണാറുണ്ട്. സ്പോർട്സിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ എനിക്ക് സ്പോർട്സിലൊന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്പോർട്സ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് റീൽസൊക്കെ ഇങ്ങനെ കണ്ടിട്ടിരിക്കുകയായിരുന്നു. ആദ്യം നിങ്ങളിത് തീർക്കുക. അപ്പോൾ എന്തായാലും സ്പോർട്സ് ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും എനിക്ക് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കണ്ടപ്പോൾ ആളെനിക്ക് തന്ന ഒരു പണിയായിരുന്നു. അല്ല, അതിലെന്താ സന്തോഷമുള്ളൂ. എനിവേ ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടമുള്ളതാണ്. നമ്മുടെ ഫ്രട്ടേണിറ്റിയിലുള്ള ആൾക്കാർ ചേർന്നിട്ട് ഒരു ഭയങ്കര അങ്ങനെ അല്ലല്ലോ, ഒരു സൗഹൃദത്തിൻ്റെയും കൂടെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒരു ടൂർണമെൻ്റ് ഒക്കെ വെക്കുമ്പോൾ അത് ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. അപ്പോൾ എൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. ഹാപ്പി ആയിട്ട് ബെസ്റ്റ് ചെയ്ത്
കപ്പായിട്ട് വരിക. കാരണം ഇത് കപ്പടിക്കാൻ ഇതുപോലെ ആ നമ്മുടെ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ നിങ്ങൾ അങ്ങോട്ട് ഇച്ചിരി സ്ഥലം ഇതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ അല്ല അത് കുറച്ചുകൂടി സ്പേസ് ഉണ്ടേ? അല്ല അവിടെ സ്പേസ് ഉണ്ട്. ഇച്ചിരി നീങ്ങി ബാക്കോട്ട് അല്ല ഞാൻ പറയാം. ഒരു മിനിറ്റ് എല്ലാരും കിട്ടുന്നുണ്ടോ? എല്ലാരും ഒരു തമ്പ് കിട്ടും, എല്ലാരും ഒരു തമ്പ് കൊടുക്കും. തമ്പില്ലാതെ തമ്പില്ലാതെ അത് നോർമൽ. ഇനി തമ്പ് തമ്പ് വരും, ഒരു തമ്പ് വരും, തമ്പ് വരും, തമ്പ് വരും.